മഴക്കാലം വന്നത് പിന്നെ നമ്മുടെ കൂട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് ട്ടോ ഇത്. രണ്ടാഴ്ചത്തോളം പ്രായമുള്ള 3-4 കോഴിക്കുഞ്ഞുങ്ങളാണ് ട്ടോ നമുക്കിതാ ഇതുപോലെ നഷ്ടപ്പെട്ടത്. മറ്റൊരു സങ്കടകരമായ കാഴ്ചയാണ് ഇത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് 5 പേരിൽ ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി വരുന്നവരുടെ നിരപ്പിലെന്തോ പന്തിക ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മരുന്ന് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. 2 ദിവസമായിട്ട് നമ്മളെ കൂട്ടിൽ ഈച്ചകളുടെ ശല്യം വല്ലാണ്ട് അധികരിച്ചിട്ടുണ്ട്. കൂടെ എന്തോ ചത്ത സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉറവിടം തേടി നമ്മൾ എത്തിപ്പെട്ടത് ഈ ചകിരിപ്പൊടി ഇട്ട് വെക്കുന്ന കൂട്ടിലാണ്. ഏതോ ഒരു പാവം പൂച്ച ചത്ത് ചീഞ്ഞ് 2-3 ദിവസം ആയിട്ടുണ്ട്. നമ്മൾ വീട്ടാവശ്യത്തിന് ചകിരിപ്പൊടി ഇട്ട് വെച്ചിരുന്ന ആട്ടുംകൂട്ടിലാണ് കേട്ടോ പൂച്ച ചത്ത് കിടക്കുന്നത്. ഇനി ഇവനെടുത്ത് കുഴിച്ചിടാണ് കേട്ടോ അടുത്ത പരിപാടി. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു കുഴി സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചത്ത പൂച്ചയെ ചകിരിപ്പൊടിയിൽ നിന്നും പുറത്തെടുക്കലാണ് കേട്ടോ വൺ ടാസ്ക്. ചത്തിട്ട് 2-3 ദിവസമായതുകൊണ്ട് തന്നെ ചകിരിപ്പൊടി നന്നായി ഒട്ടിപ്പിടിച്ചിട്ട് ഈ അവസ്ഥയിലായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ആളെ മറവ് ചെയ്തിട്ടുണ്ട്. കുഴിച്ചിട്ട സ്ഥലം അറിയാനായിട്ട് ഇതാ ഇതുപോലെ ഒരു പപ്പായ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ BB380 കോഴികൾ. അവരിൽ ചിലർ നമ്മളെന്താണ് ഇവിടെ ചെയ്യുന്നത് അറിയാൻ വന്ന് എത്തി നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും കോഴിക്കൂട്ട് കയറിയപ്പോഴാണ് കേട്ടോ ഞെട്ടിക്കണ ഈ കാഴ്ച കണ്ടത്. മഴ കൊണ്ട് വിരിയില്ലാന്ന് വിചാരിച്ച നെയ്ക്കിടക്കിൻ്റെ മുട്ടകളിൽ ഒന്ന് വിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കിയുള്ള മുട്ടകൾ വിരിയുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.